ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ തക്കാളിക്ക് നല്ല അടിപൊളി നല്ലോണം പൂക്കാനും കായ്ക്കാനും കായ് വണ്ണം വെക്കാനും ദ്രുതവാട്ടം ഇല്ലാണ്ടിരിക്കാനും എല്ലാം കൂടിയുള്ള ഒരു വളമാണ് ഞാനിപ്പോൾ ഒരു വളവും മരുന്നും കൂടി ഇപ്പം കൊടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇത് ഉലുവ അരച്ചതാണ്. ഇതാ ഇത് ഉലുവ കേട്ടാ, ഇത് അരച്ചതാണ്. പിന്നെ ഇത് ചോറ് അരച്ചതാണ്. ചോറ് കണ്ടില്ലേ? ഈ ചോറ് അരച്ചാണ്. അത്ര പേരെ ചോറും അരച്ചു. ഒരു 50 ഉലുവയാണ് എടുത്ത് ഞാൻ അരച്ചിട്ടുള്ളത്. ഒരു 50 ഗ്രാം ഉലുവ, അതേപോലെ 2 കരി ചോറും, ഒരു പിടി പുണ്ണാക്കും. ഇത് പുണ്ണാക്കാണ്, കടലപ്പിണ്ണാക്ക് കണ്ടാ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇതിൽ കുറച്ച് ചാരവും വേണം. അത്ര പോരെ ചാരവും ഇടണം. ഇത് ചാരാണ്, കണ്ടില്ലേ? ഇത് ചാരാണ്. ഇതേപോലെ ഒരു പാത്രത്തിൽ ചാരവും ഒരേപോലെ ചാരവും ഈ ചാരവും കൂടിയിട്ട് ഇതിട്ടിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ നല്ല കായ്ഫലം ഉണ്ടാവാനും നല്ലോണം തഴച്ച് വളരാനും എല്ലാത്തിനും നല്ലതാണ്. ഇത് തക്കാളിക്ക് ബെസ്റ്റാണ്. തക്കാളിക്ക് പിന്നെ ദ്രുതവാട്ടം വരാതിരിക്കാൻ വേണ്ടിയ കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത്. ഈ ഉലുവ നല്ലതാണ് ദ്രുതവാട്ടത്തിന്. ഇതുവരെ വന്നിട്ടില്ല, ഇനിയിപ്പോൾ എന്നാന്ന് പറയാൻ കഴിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയാണെന്ന് വെച്ചാൽ ഇത് നേർപ്പിച്ചിട്ട് നന്നായി നേർപ്പിച്ചാൽ മതി. പിന്നെ നേർപ്പിക്കണം, നല്ലപോലെ നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുത്തുകൂടാ. ഉണ്ടല്ലേ? ഇതിപ്പം നല്ലോണം നേർപ്പിക്കുക. ഇതിലിപ്പോൾ നിറച്ചു ആക്കാം. ഇതിപ്പം ഒരു 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിക്കാം. 5 ഇരട്ടി വെള്ളം ചേർക്കാം ഇതിൽ. ഇത് കണ്ട ഞാനിതാ ഈ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ ബക്കറ്റിൽ ഈ വെള്ളം ഇത് ഒഴിച്ച് വെക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. ഒരു 5 ഇരട്ടി വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളത്. എത്ര പോരി ഉണ്ടാലും 1 2 3 4 5 5 ഇരട്ടി വെള്ളം ഞാൻ ഇപ്പം ആക്കിയിട്ടുണ്ട്. അത് നേർക്കണം, അതാണ്. അധികം കട്ടി വേണ്ട. അതുകൊണ്ടാണ് 5 ഇരട്ടി വെള്ളം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ അരച്ചു കാണിച്ചെന്ന് അറിയില്ലല്ലോ. അതിൻ്റെ സാധനത്തിൻ്റെ ആ ഇതുപോലെയാണ് വെള്ളം ചേർക്കുന്നത്. കുറച്ച് ലൂസാക്കിയിട്ട് കണ്ടാ, ഇത് കണ്ടില്ലേ? ഇത് കണ്ടല്ലോ? ഇതുപോലെ ലൂസാക്കിയിട്ട് കലക്കി വെച്ചാൽ മതി. കണ്ടാ, ഇതുപോലെ ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അത് കാണിച്ചു തരാം. എന്നിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ 15 ലിറ്റർ വെള്ളമുണ്ട്. ഇപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളത്തിന് ഒരു 5 ഇരട്ടി 6 ഇരട്ടി വെള്ളത്തോളം ഞാൻ ചേർത്ത് നേർമ ആക്കിയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഏകദേശം ചേർത്താൽ മതി. ഇത് പിന്നെ വലിയൊരു ഇതായിട്ട് വരണ്ട. നേർങ്ങനെ ഇതേപോലെ നേർപ്പിച്ച് ഒഴിച്ചാൽ മതി. ഇതേപോലെ നേർപ്പിച്ച് ഒഴിച്ചാൽ മതി. ഇപ്പം വേറെ ഒന്നും വേണ്ട, ഇതിൽ വേറെ ഒന്നുമില്ല. ഇതാ ഉലുവി, പിന്നെ ചാരോ, പിന്നെ പിണ്ണാക്കും, കടലക്ക പിണ്ണാക്കാന്നേ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിൽ. ചോറും കൂടിയാണ്. എല്ലാം കൂടി നേർമയായിട്ടുണ്ട്. ഇതേപോലെ നേർപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നാൽ നമുക്ക് പാകത്തിന് ഒഴിക്കാൻ കഴിയും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ ഞാൻ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. തക്കാളിക്കാണ് ഇത് ഗുണം. എല്ലാറ്റിനും നല്ലതാണ്. എന്നാലും തക്കാളിക്ക് കുറച്ച് കൂടുതൽ ഗുണമുണ്ട്. അതുകൊണ്ടാണ് തക്കാളിക്കാണ് ഈ ദ്രുതവാട്ടം അങ്ങനെയുള്ള എല്ലാം കൂടുതൽ വരും. എല്ലാത്തിനും വരും, പക്ഷെ എന്നാലും തക്കാളിക്കാണ് കൂടുതൽ വരുന്നത്. അതിനാണിപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ ഒഴിച്ച് കൊടുക്കാനാവുന്നു. ഇത് കണ്ടല്ലോ? ഇതേപോലെ ചുറ്റും ഒഴിച്ച് കൊടുക്കുക. ചുറ്റും ഒഴിച്ച് കൊടുത്തേക്കുക. കണ്ടാ? ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ എന്നാ വെച്ചാൽ നല്ല കൃത്യമായിട്ട് വന്നോളും. ഉണ്ടല്ലേ? ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ നല്ലപോലെ കായ് വണ്ണം വെക്കും, പൂക്കവും കായ്ക്കും എല്ലാവരും നല്ലതാണ്. ഇത് ചാരമുണ്ട് പൂക്കുന്നതിന്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് ചെയ്താൽ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ തക്കാളി. അത് മാത്രമല്ല, ഈ തക്കാളിക്ക് ഈ കറുപ്പിൻ്റെ ഇതും കൂടി വരും. അതിന് നമ്മൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? മുട്ടത്തോടും ഉള്ളിത്തോലും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കായ് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആണെന്നല്ല ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. പക്ഷെ എന്നാലും പിന്നെ അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇപ്പം കണ്ടില്ലേ? ഇതിപ്പോൾ എല്ലാം
കുറച്ചും കൂടി വേണം, അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ചും കൂടി വേണം, അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. എടുക്കട്ടെ. 2:58 4 ഇനിയിപ്പം കണ്ടോ, ഇത് നല്ലൊരു വളമാണ്, നല്ലൊരു അസല് വളമാണ്. ഈ തക്കാളി എന്ന് വെച്ചാൽ അല്ല, ഉലുവ എന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്നാണ്. അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ചെടിക്ക് നല്ലൊരു വളമാണ്. നല്ല അതിൻ്റെ ഒരു കയപ്പും, പ്രാണികൾ അങ്ങനെ വരുമല്ലോ, അതിൻ്റെ കയപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അടിച്ചു കൊടുക്കും കൂടി ചെയ്യുക. ഇത് അടിച്ചിട്ട് കൊടുത്താലും നല്ലതാണ്. ഇതിൻ്റെ നേരത്തെ വെള്ളം പൊതിർത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് അടിച്ചു കൊടുത്താലും നല്ലതാണ്. വേണ്ടില്ലേ? ഇനിയിപ്പോൾ എല്ലാത്തിനും കുറേ ചോദിച്ചു കൊടുത്തേക്കാം. കായ് ഉണ്ടാവുന്നതിനെല്ലാം കുറേ ചോദിച്ചു കൊടുക്കാം. എന്താ ഇതെല്ലാം അസലാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. തക്കാളി ഇങ്ങനെ പൂക്കാൻ വരുന്ന സമയത്താകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തക്കാളി ഇഷ്ടംപോലെ ഉണ്ടാവുകയും കായും ഉണ്ടാവും. നല്ലപോലെ കായ് വണ്ണം വെക്കുകയും ചെയ്യും. നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. ഞാനിതെല്ലാം ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ചെയ്യണം. ഇടയ്ക്കിടയ്ക്കേ ചെയ്തു കൊടുക്കണം. എനിക്ക് കഷ്ടപ്പാട് വളരെ ഉണ്ട്. വളരെ കഷ്ടപ്പാടുണ്ട്. എല്ലാത്തിനും ഇത് നല്ലതാണ്. ഇനിയിപ്പോൾ ഒത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് അടിക്കുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വരും. ഹൈപ്പ് അടിച്ചിട്ട് അതിൻ്റെ താഴെ ഹൈപ്പ് തന്നെ അടിക്കണം. എന്നാലും മാത്രമേ പോയിന്റ് വരൂ. ആ പോയിന്റ് കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒരു കൈയോട് ചെയ്യേണ്ടതേ വേണ്ടു. പൈസ ചിലവോ ഒന്നുമില്ല. നിങ്ങൾ ഒരു മനസ്സോട് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ. നാളെ വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നൊരു നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.